കാലഘട്ടത്തിൻ്റെ തിന്മകളെ അതിജീവിക്കാനായിട്ട് ഒരുപാട് സാധ്യതകൾ നമ്മൾ തേടാറുണ്ട്. സഭ നമ്മളോട് ഔദ്യോഗികമായിട്ടും അനുഗ്രഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തും, കാലഘട്ടത്തിൻ്റെ തിന്മകളെ അതിജീവിക്കാൻ ഏറ്റവും കരുത്തുള്ള ആയുധം അത് ജപമാലയാണ്. വിശുദ്ധ പാദ്രി പിയോ തൻ്റെ ജീവിതത്തിൽ 40 ജപമാലകളൊക്കെ ചൊല്ലി ക്രിസ്തുവിനോടങ്ങനെ കുർബാനയോടും ജപമാലയോടുമൊക്കെ ആത്മബന്ധത്തിലായിരുന്ന വിശുദ്ധൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാസത്യവത പരിശുദ്ധ അമ്മയോടൊപ്പമായിരിക്കുക, എപ്പോഴും ജപമാല ചൊല്ലുക. കാലഘട്ടത്തിൻ്റെ തിന്മകളെ അതിജീവിക്കാൻ ജപമാലയോളം കരുത്വ പ്രദാനം ചെയ്യുന്ന ഈ ആയുധം വേറെയില്ല. നമുക്കും ഈ നാളുകളിലൊക്കെ ജപമാല എന്ന പുണ്യവഴികളോട് ചേർത്ത് കാലഘട്ടത്തിൻ്റെ ഒരുപാട് പാപത്തെ, പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളും യുവതിയുവാക്കളും എല്ലാ തട്ടിലും തലത്തിലുമുള്ള ആളുകൾ ഈ സോഷ്യൽ മീഡിയയുടെയും മൊബൈൽ ഫോണിൻ്റെയും പുതിയ സാങ്കേതിക സംവിധാനത്തിൻ്റെയും അമിത ഉപയോഗത്തിലൂടെ ചെന്ന് എത്തി നിൽക്കുന്ന സങ്കടകരമായ അനുഭവങ്ങൾ, ബന്ധങ്ങളെ തകർക്കുന്ന, അപകടകരമായ സൗഹൃദങ്ങൾ ഉണ്ടാകുന്ന, ജീവിതത്തിൻ്റെ ആരോഗ്യകരമായ ഇടങ്ങളെയൊക്കെ തിന്മയുടെ പിരിമുറുക്കത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന, ഒരുപാട് സങ്കടം പ്രദാനം ചെയ്യുന്ന ഈ പുതുകാലത്തിൻ്റെ പൈശാചികതകളെ, തിന്മകളെ, സ്വാധീനങ്ങളെ ഈ ജപമാല എന്ന ആയുധം ഉപയോഗിച്ച് ഈ ഒക്ടോബറിൽ നമുക്കൊന്ന് അതിജീവിക്കാം. ഇത് ആയുധമാണ്. അഭിഷേകത്തോടുകൂടെ വിശുദ്ധരൊക്കെ ഉപയോഗിച്ച ഈ ആയുധം, ഏതു ബന്ധനങ്ങളും അടിക്കുന്ന ഈ ആയുധം, ഈ ആയുധത്തെ വിശുദ്ധാത്മാക്കൾ ചേർത്ത് പിടിച്ചതുപോലെ കഴുത്തിൽ ആഭരണമെന്നതിനൊക്കപ്പുറം കൈകളിൽ ആയുധമായിട്ട് ഉപയോഗിച്ച് അനുഗ്രഹത്തിൻ്റെ യാത്രയിൽ നമുക്ക് തമ്പുരാനോട് കൂടെ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ആയിരിക്കാം. അമ്മ വഴി ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.